അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞത്, എനിക്കെങ്ങാനും അദൃശ്യകാര്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ ധാരാളമായി നന്മ ചെയ്യുമായിരുന്നു, ഇനിയും കൂടുതൽ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു. എന്നെ ആപത്തൊന്നും ബാധിക്കുമായിരുന്നില്ല. എനിക്കറിയില്ല, അള്ളാന്റെ റസൂലിന് അറിയില്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ. എന്നിട്ടാണ് ഈ ഖബറിന്റെ മുന്നിൽ പോയി ആളുകൾ നിൽക്കുന്നത്. കളഞ്ഞുപോയ പണം തിരിച്ചു കിട്ടാൻ, കുട്ടിയുടെ ഭാവി ശരിയാകാൻ, പരീക്ഷയിൽ പാസ്സാവാൻ, നല്ല മാർക്ക് കിട്ടാൻ. കടുത്ത ശിർക്കിലേക്ക് മുസ്ലിം ഉമ്മത്ത് പോവുക. കടുത്ത ശിർക്കിലേക്ക്, ചെറിയ ശിർക്കൊന്നല്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ ശരിക്ക് പഠിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പള്ളിനെ പറ്റി പറയുന്നതിനറിയോ, പള്ളികളൊക്കെ അള്ളാന്റെ വീടാണ്. ആ പള്ളിയുടെ ഉള്ളിൽ വരെ ഇന്ന് ശിർക്ക് നടക്കുന്നു. നമ്മൾ ആരും മുശ്രിക്കാക്കാനില്ല, ആരെയും കാഫിറാക്കാൻ അധികാരമോ മുശ്രിക്കാക്കാൻ അധികാരം നമുക്കില്ല. പക്ഷെ ശിർക്ക് ശിർക്കാനെന്ന് പറയണം, തൗഹീദ് തൗഹീദാണെന്ന് പറയണം. കപ്പലിൽ കയറിയിട്ട് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, ഈ കപ്പലിൽ നിന്നെങ്ങാനും രക്ഷപ്പെട്ട് കരയിലെത്തിയാൽ ഞങ്ങൾ മുസ്ലിങ്ങളായി മാറും. അബൂജഹലിന്റെ മകനടക്കം പറഞ്ഞു. ഈ കപ്പൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി, തിരമാല ഇങ്ങനെ വന്ന് മൂടാൻ തുടങ്ങിയപ്പോ ആ കപ്പലിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞു, അള്ളാനെ വിളിച്ചോ. അപ്പോഴാ പറഞ്ഞത്, അബൂജഹലിന്റെ മകനൊക്കെ പറഞ്ഞത്, ഇതല്ലേ മുഹമ്മദും പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ എന്ത് വ്യത്യാസമല്ലത്? സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാനെ വിളിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇതു തന്നെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. ഞാൻ എങ്ങാനും കരയിലെത്തിയാൽ മുസ്ലിമാകും. ഖുർആൻ പറഞ്ഞത്, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅബുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ മുശ്രിക്കുകളായ ആളുകൾ ഇങ്ങനെ പോകുമ്പോ കപ്പൽ അപകടത്തിലാകുമെന്ന് കണ്ടാൽ കീഴ്വണക്കം അള്ളാഹുവിന് സമർപ്പിച്ച് അവർ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കടലിൽ നിന്ന് കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊടുത്താൽ ഇദാ ഹും യുശ്രികൂൻ, വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായി മാറും. കടലിൽ പ്രയാസപ്പെട്ടപ്പോ അല്ല മാത്രം, കടലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു. ഖുർആൻ പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അള്ളാഹിനോട് പറയുന്നുള്ളൂ. വലിയ പ്രശ്നമൊക്കെ ഖബറിലുള്ള ആൾക്കാരോടാ. അപ്പൊ എത്രത്തോളം അപകടത്തിലേക്കാണ് ഈ മുസ്ലിം ഉമ്മത്ത് പോകുന്നത് എന്ന് ചിന്തിക്കണമെന്ന് പറയാനാണ്. നമുക്കാരോടും വെറുപ്പില്ല. അള്ളാഹു എല്ലാ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർക്കൊക്കെ തൗഹീദിന്റെ മാധുര്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഈ ആദർശം ഏത് കോട്ട കുത്തലങ്ങളിൽ ചെന്നും നമ്മൾ തുറന്ന് പറയും, അത് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാ, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാ, മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല.